ഹായ് ഹലോ നമസ്കാരം. എൻ്റെ പേര് ബിജു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വഞ്ചനാട് മോട്ടേഴ്സ് തിരുവനന്തപുരം. നിങ്ങൾക്കറിയാം, നമ്മുടെ ഫോഴ്സിൻ്റെ ഡീലറാണ് തിരുവനന്തപുരത്ത്. ഏഹ് അപ്പോൾ അവരുടെ മുമ്പൊരു 2 വർഷത്തിന് മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഓണർ എന്നെ വിളിച്ചു. ആ വീഡിയോ ഞാൻ ഇപ്പോഴും ഹൈഡ് ചെയ്ത് എൻ്റെ ഫേസ്ബുക്കിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾ വിചാരിക്കും. കാരണം വേറെ ഒന്നുമില്ല, നമ്മുടെ സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മൾ ഇടപെടണമല്ലോ, അല്ലേ? അപ്പം ഇടപെടേണ്ടി വന്നു. അതാണ് ഈ വീഡിയോയ്ക്കുള്ള പ്രചോദനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വഞ്ചനാട് മോട്ടോഴ്സിൽ നിന്ന് എന്നാ നോക്കട്ടെ, നമ്മുടെ ഒരു കൂട്ടുകാരൻ കരക്കൂട്ടത്തുള്ള ചിന്തു എന്ന് പറയും. അവൻ ഒരു പുതിയ BS6 വണ്ടി ഇറക്കി. അപ്പം അത് വണ്ടി ഇറക്കിയത് 2/3/26 അപ്പം 30/3/26 അവൻ്റെ നമ്പർ അലോട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്പർ പ്ലേറ്റ് ഉൾപ്പെടെ സാധാരണ രീതിയിൽ നമ്മളെ ഷോറൂമാണ്, ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഷോറൂമുകാരാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം ഷോറൂമുകാരാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം അങ്ങനെ ഒരു നിയമം നിലനിൽക്കുകയാണ് ഇതൊന്നുമില്ലാതെ വെറും TP നമ്പർ, ടെമ്പററി നമ്പറിൽ വണ്ടി ഡെലിവറി ചെയ്തത്. ടാക്സി വാഹനം പോട്ടെ, അതൊക്കെ പോട്ടെന്ന് വയ്ക്കാം. ഒരു മാസത്തെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഈ രജിസ്ട്രേഷൻ ഫീസ് സഹിതം നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് അങ്ങനെ ഒരു പ്രോസസ്സിങ് അവർക്കില്ല എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന്. നമ്മളെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടാണ് നമ്മളെപ്പോലുള്ള ഓരോരുത്തർ, ഡ്രൈവർമാരായാലും മുതലാളിമാരായാലും ഈ വണ്ടി എടുക്കുന്നത്. ഇതിൻ്റെ എക്സിക്യൂട്ടീവുമാർ വന്ന് നമ്മുടെ അടുത്ത് സംസാരിച്ച് ക്ലിയർ ചെയ്ത് എടുക്കാൻ വരുന്ന സമയത്ത് അവൻ്റെയൊക്കെ ഈ ഒലിപ്പീര് കാണണം. ഞാൻ കണ്ടിട്ടുള്ളതാട്ടോ. അങ്ങനെ ഒലിപ്പിച്ച് സംഭവങ്ങളൊക്കെ എടുത്ത് വണ്ടി വാങ്ങിച്ചതിന് ശേഷം വണ്ടി നമ്മളെ കയ്യിലെത്തി, ലോണം പാസ്സായി വണ്ടി കയ്യിലെത്തിയെന്ന് അറിയുമ്പോഴത്തേക്ക് അവൻ്റെയൊക്കെ മറ്റേ പരിപാടികളുണ്ടല്ലോ. പ്രത്യേകിച്ച് വഞ്ചനാട് മോട്ടേഴ്സ്. എന്തുകൊണ്ടാണ് ഇപ്പൊ എല്ലാവരും കോട്ടയം ഭാഗത്തേക്കോ അല്ലെങ്കിൽ എറണാകുളം ഭാഗത്തേക്ക് തിരുവനന്തപുരത്ത് നിന്നുള്ള ഓണേഴ്സ് വണ്ടി എടുക്കാനായിട്ട് പോകുന്നതെന്ന് ഞാൻ ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത്. വഞ്ചനാട് മോട്ടേഴ്സിന്റെ ഇമാതിരി തരികിട ഉള്ളത് കൊണ്ടാണ്. ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന തരികിട കാരണം വെച്ചാൽ ഓരോ വണ്ടി എടുക്കുമ്പോഴും ഓണർമാരെ കയ്യിൽ നിന്ന് 10,000 20,000 തട്ടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അത് നമ്മൾ പൊക്കി. ആ വീഡിയോ ഞാൻ മുക്കി വെച്ചേക്കുന്നത് അത് അയാൾ വിളിച്ചു പറഞ്ഞതിന്റെ പുറത്താ. പക്ഷെ ഇന്നിപ്പോ ഈ കാണിച്ച തെണ്ടിത്തരം നമ്മളെ കൂട്ടുകാരുടെ അടുത്ത് ചെയ്തത് എന്റെ കൂട്ടുകാരുടെ അടുത്ത് മാത്രമല്ല കേട്ടോ, വേറെ 2-3 പേർക്ക് ഇത് കണക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിച്ചത്. അപ്പൊ പിന്നെ നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്തില്ലേ പിന്നെ നമ്മൾ ഡ്രൈവർ എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ലല്ലോ. വഞ്ചനാട് മോട്ടോഴ്സിന് മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ഈ ഒരു ചെറ്റത്തരം എന്ന് പറയാം, പച്ചയ്ക്ക് പറയാം, മുഖ്യമന്ത്രി പറയുന്ന പോലെ ചെറ്റത്തരം എന്ന് പറയാം. അപ്പൊ ഇയാളുടെ ബാക്കിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടാകും, ഗവൺമെന്റ് രീതിക്കാരും അല്ലെങ്കിൽ MPD ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഇമാതിരി പരിപാടി അവർ കാണിക്കത്തില്ല. എന്ത് തന്നെ ആയാലും നിങ്ങൾ ഈ ചെയ്യുന്നത് ഇതുകൊണ്ട് നിന്റെ കൊച്ചിനോ നിന്റെ കുടുംബങ്ങൾക്കോ നീ ഒരു മുട്ടായി തുണ്ടലും വാങ്ങിച്ചു കൊടുക്കരുത്. കാരണം ഡ്രൈവർമാരെ അല്ലെങ്കിൽ മുതലാളിമാരെ ഉറക്കൊഴിച്ച് കഷ്ടപ്പെടുന്നുണ്ടാകുന്ന പൈസയാണ്. മനസ്സിലായില്ലേ?